ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ അനന്തകോടി പ്രണാമം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളെ അറിയുവാൻ നമുക്ക് ഏറ്റവും വലിയ മാർഗമാണ് ഭഗവാൻ നമുക്കായി രചിച്ചു നൽകിയ 64 കൃതികൾ. ഭഗവാന്റെ കൃതികളെ 5ആയി തരം തിരിച്ചാണ് നമുക്കായി നൽകിയിട്ടുള്ളത്. സ്തോത്രകൃതികൾ, തർജ്ജമകൾ, ഗദ്യകൃതികൾ, പ്രബോധനാത്മക കൃതികൾ, ദാർശനിക കൃതികൾ. ഈ 5 വിഭാഗങ്ങളിലായിട്ടാണ് 64 കൃതികളെയും നമുക്കായി ഭഗവാൻ രചിച്ചു നൽകിയിട്ടുള്ളത്. അതിൽ ഭഗവാൻ ആദ്യം രചിച്ച കൃതിയായി കണക്കാക്കപ്പെടുന്ന ശ്രീകൃഷ്ണ ദർശനം സ്തോത്ര വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഭൂയോ വൃത്തി നിവൃത്തിയായി ഭുവനവും സത്തിൽ തിരുഭൂതമാ പീയൂഷധ്വനി ലീനമായി ചുഴലവും ശോഭിച്ചു ദീപപ്രഭ മായാമൂടുപടം തുറന്നു മണിരംഗത്ത് പ്രകാശിക്കുമക്കായാവിൻ മലർമേനി കൗസ്തുഭമണിഗ്രീവന്റെ ദിവ്യോത്സവം എന്ന് നമുക്കായി രചിച്ചു നൽകിയ ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള ശ്രീകൃഷ്ണ ദർശനം. ഇത് രചിക്കുവാനുണ്ടായ സന്ദർഭം ഭഗവാൻ വാരണപ്പള്ളിയിൽ കുമ്മമ്പള്ളി രാമൻ പിള്ള ആശാന്റെ ഗുരുകുലത്തിൽ താമസിച്ചു പഠിക്കുന്ന കാലത്താണ് ഈ ഒരു സ്തോത്രകൃതി നമുക്ക് രചിച്ചു നൽകുന്നത്. നമ്മുടെ ഭഗവാന്റെ ആശാനായ കുമ്മമ്പള്ളി രാമൻ പിള്ള ആശാൻ വളരെ വലിയ കൃഷ്ണഭക്തനായിരുന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്നും മടങ്ങി വാരണപ്പള്ളി തറവാട്ടിലേക്ക് വരുന്ന വഴി ഈ തറവാടിന് മുറ്റത്തായി ഒരു കുളമുണ്ട്. ആ കുളത്തിനരികിൽ നിന്ന് നാണു എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അത് കണ്ട് ആശാൻ ഓടി വന്ന് നാണുവിനോട് ചോദിച്ചു, എന്തു പറ്റി നാണു? ഇത് കേട്ട് ഭഗവാൻ തിരിച്ചു മറുപടി പറയുകയാണ്, ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ ഇത് അവതരിച്ചിരിക്കുന്നു, ഇപ്പോൾ ഈ കുളത്തിലേക്ക് ഇറങ്ങിപ്പോയി. ഇത് കേട്ട് ആശാന് വളരെ ആശ്ചര്യം തോന്നുകയും ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ചൈതന്യം നിറഞ്ഞ രൂപത്തെ ഒന്ന് കണ്ട ആ ഒരു അനുഭൂതി ലഭിക്കണം എന്ന ആഗ്രഹം തോന്നുകയും ചെയ്തപ്പോൾ ഭഗവാൻ ആശാന് മുമ്പിൽ സമർപ്പിച്ച വരികളാണ് നാം ഇപ്പോൾ കേട്ടത്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരുടെ ആഗ്രഹപ്രകാരം ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ചൈതന്യം നിറഞ്ഞ ഭാവത്തെ ഇത്തിരി കൂടി വിശദീകരിച്ച് നമുക്ക് 8 ശ്ലോകങ്ങളിലായി രചിച്ചു നൽകിയ കൃതിയാണ് ശ്രീ വാസുദേവാഷ്ടകം. ശ്രീവാസുദേവ സരസീരുഹ പാഞ്ചജന്യ കൗമോദകി ഭയനിവാരണ ചക്രപാണി ശ്രീവത്സവത്സ സകലാമയമൂലനാശിൻ ശ്രീഭൂപതേ ഹര ഹരി സകലാമയം മേ എന്നാരംഭിക്കുന്ന ശ്രീ വാസുദേവാഷ്ടകം. പിന്നീട് ഒരു കൃതി കൂടിയേ ഭഗവാൻ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് രചിച്ചു നൽകിയിട്ടുള്ളൂ. വിഷ്ണു വിശാലാരുണ പത്മനേത്രം വിഭാന്തമീശാം ഭുജയോനി പൂജിതം സനാതനം സന്മതിശോദിതം പരം പുമാം സമധ്യം സതതം പ്രപദ്യേ എന്നാരംഭിക്കുന്ന വിഷ്ണുഷ്ടകം. ഈ 3 കൃതികളാണ് ഭഗവാൻ നമുക്കായി ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് രചിച്ചു നൽകിയിട്ടുള്ളത്. പിന്നീട് സ്തോത്ര വിഭാഗത്തിൽ ഭഗവാൻ നമുക്കായി രചിച്ചു നൽകുന്നത് വിനായകനെ സ്തുതിച്ചുകൊണ്ടുള്ള കൃതിയാണ്. ആ ഒരു കൃതിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും ഭഗവാൻ ഒരേ ഒരു കൃതി മാത്രമേ വിനായകനെ സ്തുതിച്ചുകൊണ്ട് രചിച്ചു നൽകിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ആ കൃതിയിൽ ഒരിടത്ത് പോലും ഭഗവാൻ വിനായകൻ എന്ന പദമോ ഗണപതി എന്ന പദമോ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്.
വിനായകാഷ്ടകം എന്ന പേരോടുകൂടി 8 ശ്ലോകങ്ങളിലായി ഭഗവാൻ രചിച്ചു നൽകിയ കൃതിയാണിത്. നമദേവവൃന്ദം ലസദ്വേതകന്ദം ശിരശ്രീമദിന്ദും ശ്രുതശ്രീമുകുന്ദം ബൃഹച്ചാരുതുന്ദം സ്തുതശ്രീസാനന്ദം ജടാഹേന്ദ്രകുന്ദം ഭജേഭീഷ്ടസന്തം. ഈ കൃതിയുടെ മറ്റൊരു പ്രത്യേകത ഈ ശ്ലോകത്തിലൂടെ നമുക്ക് കാണാം. കാരണം ഭഗവാൻ ഓരോ ശ്ലോകത്തിലും ഓരോ വരിയിലെയും ഓരോ വാക്കും ഒരേ പദങ്ങളാലാണ് ആവർത്തിച്ചിട്ടുള്ളത്. നമദേവവൃന്ദം ലസദ്വേതകന്ദം ശിരശ്രീമദിന്ദും ശ്രുതശ്രീമുകുന്ദം തുടങ്ങി ആ ഒരു പദ്യം ഇന്ദം എന്ന ശബ്ദത്തോടു കൂടിയാണ് അവസാനിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ശ്ലോകവും കില ദേവഗോത്രം കനദേമഗാത്രം സദാനന്ദമാത്രം മഹാഭക്തമിത്രം ശരശ്ചന്ദ്രവക്ത്രം ത്രയീഭൂതപാത്രം സമസ്താർത്തിധാത്രം ഭജേ ശക്തിപുത്രം. ത്രം എന്ന ശബ്ദത്തിൽ ഈ ശ്ലോകങ്ങളും അവസാനിക്കുന്നു. അങ്ങനെ 8 ശ്ലോകങ്ങളും ഓരോരോ പദങ്ങളുടെ ആവർത്തനം കൊണ്ടാണ് ഭഗവാൻ രചിച്ച് നൽകിയിട്ടുള്ളത്. പിന്നീട് ഭഗവാൻ 6 കൃതികൾ ദേവിയെ സ്തുതിച്ചുകൊണ്ട് നമുക്കായി രചിച്ച് നൽകിയിട്ടുണ്ട്. അതും ഈ സ്തോത്ര വിഭാഗത്തിൽ തന്നെ ഉൾപ്പെടുന്നതാണ്. ഭഗവാൻ നമുക്കായി 64 കൃതികൾ രചിച്ച് നൽകിയിട്ടുള്ളതിൽ 33 കൃതികളും ഭഗവാന്റെ സ്തോത്ര വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പോൾ അടുത്തതായി ഭഗവാന്റെ ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള കൃതികളാണ്. അതിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചൊല്ലുന്നതുമായ ഭഗവാൻ രചിച്ചു നൽകിയ കൃതിയാണ് ജനനീ നവരത്നമഞ്ജരി. ശാരദാംബയെ സ്തുതിച്ചുകൊണ്ട് ജനനിക്കായി സമർപ്പിക്കുന്ന 9 രത്നങ്ങളുടെ പൂങ്കുല എന്നാണ് ജനനീ നവരത്നമഞ്ജരി എന്ന വാക്കിൻ്റെ അർത്ഥം. ഇതിൽ 9 രത്നങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കൃതിയിലെ ഓരോ ശ്ലോകങ്ങളാണ്. ഓരോ ശ്ലോകങ്ങളും ഓരോ രത്നങ്ങളായി കണക്കാക്കിക്കൊണ്ട് അത്ര അമൂല്യതയോടുകൂടി ഭഗവാൻ നമുക്കായി രചിച്ചു നൽകിയ കൃതിയാണ് ജനനീ നവരത്നമഞ്ജരി. ഇതിൽ 6ാമത്തെ പദ്യത്തിൽ ഭഗവാൻ വളരെ മനോഹരമായി ദേവിയെ വർണ്ണിക്കുന്നുണ്ട്. മീനായതും ഭവതി മാനായതും ജനനി നീനാഗവും നഗഖഗം താനായതും ധരനദീനാരിയും നരനുമാനാഗവും നരകവും എന്നാരംഭിക്കുന്ന ജനനീ നവരത്നമഞ്ജരിയിലെ 6ാം ശ്ലോകം. ഇങ്ങനെ 9 ശ്ലോകങ്ങളും ഓരോരോ രീതിയിൽ ജനനിയെ വർണ്ണിച്ചുകൊണ്ടാണ് ഭഗവാൻ ഉടനീളം കടന്നു പോകുന്നത്. പിന്നീട് ഭഗവാൻ നമുക്ക് ദേവിയെ സ്തുതിച്ചുകൊണ്ട് നൽകിയ ഏറ്റവും പ്രസിദ്ധമായൊരു കൃതിയാണ് ശ്രീ ഭദ്രകാളീഷ്ടകം. 8 ശ്ലോകങ്ങൾ ഉൾപ്പെടുന്ന ആ കൃതിയിൽ 9ാമതൊരു പദ്യമായി ഭഗവാൻ ഫലശ്രുതിയെ കൂടി നമുക്കായി രചിച്ചു നൽകിയിട്ടുണ്ട്. അതിനു മുൻപ് നമുക്ക് ശ്രീ ഭദ്രകാളീഷ്ടകത്തിലെ ആദ്യത്തെ ശ്ലോകം ഒന്ന് കേൾക്കാം. ശ്രീമശങ്കരപാണി പല്ലവ കിരൽ ലോലംബമാം ലോലസൻ മാലാലോലകലാപകാളകഭരി ഭാരാവലി ഭാസുരി കാരുണ്യാമൃതവാരിര ശിലഹരീം പീയൂഷവർഷാവലീം ബാലാംബാം ലളിതാളകാമനുദിനം ശ്രീഭദ്രകാളീം ഭജേ എന്നാരംഭിക്കുന്ന ഭഗവാന്റെ ശ്രീ ഭദ്രകാളീഷ്ടകത്തിന് അവസാനമായി ഭഗവാൻ നൽകിയിരിക്കുന്ന ഫലശ്രുതിയിൽ ഭഗവാൻ എന്തൊക്കെയാണ് നമ്മളോട് പറയുന്നത് എന്നൊന്ന് കേട്ടു നോക്കാം. ദേവീ പാദപയോജ പൂജനമിതി ശ്രീഭദ്രകാള്യഷ്ടകം രോഗൗഘാഗഗനാനിലായിതമിതം പ്രാതഃപ്രഗീയ പഠൻ ശ്രേയശ്രീ ശിവകീർത്തി സമ്പദമലം സംപ്രാപ്യ സമ്പന്മയീം ശ്രീദേവീ മനപായിനീം ഗതിമയൻ സൂയം സുഖീ വർത്തതേ. ദേവീപാദപയോജപൂജനമിതി ശ്രീഭദ്രകാളീഷ്ടകം. ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള ശ്രീഭദ്രകാളീഷ്ടകം എന്ന ഈ കൃതിയിലൂടെ ഭഗവാൻ പറയുന്നത് നമ്മൾ ഈ കൃതി ദിവസേന ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ആദ്യ വരിയിൽ പറയുന്നത്.
രോഗൗഘ ഗഗനാനിലായിതമിതം, രോഗങ്ങളിൽ നിന്നെല്ലാം സർവമുക്തി നേടി. അടുത്ത വരിയിൽ പറയുന്നത് പ്രാതപ്രഗേയ പഠൻ എന്നാണ്. പ്രാതകാലത്താണ് നാം ഈ കൃതിയെ ചൊല്ലേണ്ടതെന്നും പിന്നീട് അങ്ങോട്ടുള്ള വരികൾ, അതായത് ഒരു 4 വരികളിൽ നമ്മൾക്ക് ഈ കൃതിയിലൂടെ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളെയും ഭഗവാൻ എണ്ണമിട്ട് പറഞ്ഞു നൽകിയിരിക്കുകയാണ്. ശ്രേയശ്രീ ശിവകീർത്തി സംപദമലം സംപ്രാപ്യ സമ്പന്മയീം ശ്രീദേവി മനപായിനീം ഗിരിമയൻ സോയം സുഖീ വർത്തതെ. ശ്രേയസ്, പ്രേയസ്, കീർത്തി, സമ്പദ്, സമൃദ്ധി തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിൽ ആവശ്യമായ എല്ലാവിധ സദ്ഗുണങ്ങളും നമുക്ക് വന്നു ചേരണമെങ്കിൽ ഭഗവാന്റെ ഈ ഒരൊറ്റ കൃതി നാം ചൊല്ലിയാൽ മതി. അപ്പോൾ അത്രത്തോളം ശ്രേഷ്ഠമായ ഭഗവാന്റെ ഒരു കൃതിയാണ് ശ്രീ ഭദ്രകാളീഷ്ടകം. ഭഗവാൻ നമുക്ക് അടുത്തതായി രചിച്ച് നൽകിയ ഒരു ദേവീ സ്തോത്രമാണ് മണ്ണന്തല ദേവീസ്തവം. മണിക്കുടവിടുത്തി മലർത്തൂവി മണമെല്ലാം ഗൃണിക്കപചിതി ക്രിയ കഴിച്ചു ഗൃണിയാക്കി ഗുണിച്ചവകളൊക്കെയുമൊഴിഞ്ഞു ഗുണിയും പോയി ഗുണക്കടൽ കടന്നു വരുവാനരുൾകതായേ എന്നാരംഭിക്കുന്ന മണ്ണന്തല ദേവീസ്തവം. ഇത് രചിക്കുവാനുണ്ടായ സന്ദർഭം, മണ്ണന്തല ദേശത്ത് ഒരു ദേവീക്ഷേത്രമുണ്ടായിരുന്നു. പണ്ട് കാലങ്ങളിൽ ഏതൊരു ക്ഷേത്രത്തിലെയും പോലെ തന്നെ പ്രാകൃത ആചാരങ്ങളിലൂടെ ജന്തുബലിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു ദേവീക്ഷേത്രം. അപ്പോൾ കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്ര നിവാസികൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ടായി, ഈ ക്ഷേത്രം ഒന്ന് പുനരുദ്ധരിച്ച് നല്ല രീതിയിലുള്ള പ്രാർത്ഥനാ സമ്പ്രദായങ്ങളെ കൊണ്ടുവരണം. അങ്ങനെ ഇരിക്കെ അവർ ആ ക്ഷേത്രം പുനരുദ്ധാരണ കർമ്മങ്ങൾ ആരംഭിച്ചു. 4 വർഷം കൊണ്ട് ക്ഷേത്രപ്പണികളെല്ലാം തന്നെ പൂർത്തീകരിച്ചു. ക്ഷേത്രം പുനരുദ്ധരിക്കുവാൻ, പുനഃപ്രതിഷ്ഠ നടത്തുവാൻ ശ്രീനാരായണ പരമഹംസദേവനെ അവർ കാണുവാനായി ഭഗവാന്റെ സന്നിധിയിൽ എത്തിച്ചേർന്നു. അങ്ങനെ സ്വാമിയെ കാണുവാനായി കുറേ പേര് കൂടി ചെല്ലുകയാണ്. അതിലൊരു ഭക്തന് വളരെ വലിയൊരു ആശങ്കയുണ്ടായി. സ്വാമി ഈ പ്രതിഷ്ഠയെ നീക്കം ചെയ്ത് മറ്റ് ദേവീദേവന്മാരെ പ്രതിഷ്ഠിക്കുമോ എന്നൊരു ഭയം. അങ്ങനെ ആ ഭക്തൻ നേരിട്ട് സ്വാമിയോട് പറഞ്ഞു, സ്വാമി, ഞങ്ങളെ രക്ഷിക്കുന്നതും ശിക്ഷിക്കുന്നതും ദുർഗ തന്നെ ഇവിടുത്തെ ദേവി. ഇത് കേട്ടപ്പോൾ ഭഗവാൻ മറുപടി പറഞ്ഞത്, ദുർഗയെ നിങ്ങൾ ശിക്ഷിച്ചതായിട്ടാണല്ലോ കാണുന്നത്. ദുർഗ തന്നെ 2 ഭാവത്തിലുണ്ട്. ഒന്ന് ശാന്തം, മറ്റേത് ഭയാനകം. നമുക്ക് ശാന്തിയെയാണ് വേണ്ടതെങ്കിൽ ശാന്തസ്വരൂപിണിയായ ദേവിയെ പ്രതിഷ്ഠിക്കണം. ജഗന്മാത. ഗുരുവരലിന് എതിർപ്പൊരളില്ല, എല്ലാവർക്കും സമ്മതമായി. അങ്ങനെ ഭഗവാൻ മണ്ണന്തല ദേശത്ത് മണ്ണന്തല ദേവിയെ പ്രതിഷ്ഠിക്കുകയാണ്. അങ്ങനെ പ്രതിഷ്ഠ കഴിഞ്ഞ് ഇറങ്ങി വന്ന സ്വാമി തൃപ്പാദങ്ങൾ അവിടെ കൂടി നിന്നിരുന്ന നിർധരായ ജനങ്ങൾക്കായി അവർക്ക് ദേവിയെ ഉപാസിക്കുവാനായി ചൊല്ലിക്കൊടുത്ത പ്രാർത്ഥനാഗീതമാണ് നാം ഇപ്പോൾ കേട്ട മണ്ണന്തല ദേവീസ്തവം. ഭഗവാൻ മുഴുവൻ 6 കൃതികളാണ് നമുക്ക് സ്തോത്ര വിഭാഗത്തിലൂടെ ദേവിയെ സ്തുതിച്ചുകൊണ്ട് രചിച്ചു നൽകിയിട്ടുള്ളത്. അതിൽ ജന്മീ നവരത്നമഞ്ജരി, ഭദ്രകാളീഷ്ടകം, ദേവീ പ്രണാമ ദേവീഷ്ടകം, മണ്ണന്തല ദേവീസ്തവം, കാളി നാടകം ദേവീസ്തവം. ഈ 6 കൃതികളാണ് ഭഗവാൻ നമുക്കായി ദേവിയെ സ്തുതിച്ചുകൊണ്ട് രചിച്ചു നൽകിയിട്ടുള്ളത്. പിന്നീട് സ്തോത്ര വിഭാഗത്തിൽ തന്നെ സുബ്രഹ്മണ്യനെ സ്തുതിച്ചുകൊണ്ടും ഭഗവാൻ കൃതികൾ നമുക്കായി രചിച്ചു നൽകിയിട്ടുണ്ട്. അതിൽ ഗുഹാഷ്ടകം, ഷൺമുഖ ദശകം, ഷൺമുഖ സ്തോത്രം, സുബ്രഹ്മണ്യ കീർത്തനം തുടങ്ങി നിരവധി കൃതികളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ പ്രശസ്തമായ ഭഗവാൻ രചിച്ചു നൽകിയ ഒരു കൃതിയാണ് ബാഹുല്യാഷ്ടകം. മന്ത്രങ്ങളാൽ ഭഗവാൻ നമുക്ക് രചിച്ചു നൽകിയിട്ടുള്ള കൃതിയാണിത്. ഓം 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 ഹോമധൂമ പ്രകട തടജട കോടി ഭോഗി പ്രപൂരം അം 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 ആദിതേയ പ്രണത പദയുഗാം ഭൂരുഹ ശ്രീവിലാസം ഉം 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 ഉഗ്രനേത്രത്രയലസിത വപുർജ്യോതിരാനന്ദരൂപം ശ്രീം 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 ശീഘ്രചിത്തഭ്രമഹരമനിശം ഭാവയേ ബാഹുലേയം എന്നാരംഭിക്കുന്ന ഭഗവാന്റെ ബാഹുല്യാഷ്ടകം. ഈ ഒരു കൃതിയിലൂടെ സംസ്കൃതത്തിലാണ് ഭഗവാൻ നമുക്ക് ഈ കൃതി ഉടനീളം നമുക്കായി രചിച്ച് നൽകിയിട്ടുള്ളത്. ഓരോ ശ്ലോകത്തിലും ഓരോ വരിയിലും 3 പ്രാവശ്യം വീതം ഓരോരോ മന്ത്രങ്ങളെ ഉരുവിട്ട് കണ്ടാണ് ഓരോ ശ്ലോകങ്ങളും കടന്നു പോകുന്നത്.
പിന്നീട് നമുക്ക് ഏറ്റവും കൂടുതൽ സ്തോത്രകൃതികളിൽ 33 കൃതികൾ ഉണ്ടെങ്കിലും അതിൽ 15 കൃതികളും ഭഗവാൻ ശിവഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് നമുക്കായി രചിച്ച് നൽകിയിട്ടുള്ളത്. അതിൽ തമിഴിൽ രചിച്ച തേവാരപ്പതിയങ്ങൾ മുതൽ പിണ്ഡനന്ദി, മനനാതീതം, ചിജ്ജട ചിന്തനം, ചിദംബരാഷ്ടകം തുടങ്ങി ഒറ്റ ദിവസത്തിൽ ഭഗവാൻ നമുക്ക് 100 പദ്യങ്ങളാൽ രചിച്ചു നൽകിയ ശിവശതകവും അടങ്ങുന്ന 15 കൃതികളാണ്. ഇതിൽ തമിഴിൽ ഭഗവാൻ നമുക്കായി രചിച്ചു നൽകിയ കൃതിയാണ് തേവാരപ്പതിയങ്ങൾ. ജ്ഞാനോദയമേ ജ്ഞാതുരുവേ നാമാതിലാനർഗരിയേ യാനോ നീയോ യാതി പരം യാതായി വിടുമു പേസായേ തേനാർത്തില്ലൈ ചീരടിയാർ തേടും നാടാമരുമാനൂർ കൂനേവാനേർ വിഴിപാകം കൊണ്ടായി നയനാർ നായകമേ എന്ന് ഭഗവാൻ തമിഴിൽ രചിച്ച് നൽകിയ തേവാരപ്പതിയങ്ങളും അങ്ങനെ നിരവധി കൃതികൾ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചിതമായതും ഭഗവാൻ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭഗവാന്റെ ഒരു ശിവസ്തോത്രമാണ് കോലതീ രേശസ്തവം. നമ്മൾ മണ്ണന്തര ദേവീസ്തവം പറഞ്ഞതുപോലെ കോലത്തുകര പ്രതിഷ്ഠാവേളയിൽ വെച്ച് ഭഗവാൻ നമുക്കായി രചിച്ച് നൽകിയ കൃതിയാണ് കോലതീ രേശസ്തവം. കാലാശ്രയമിന്നായി അണയുന്നൂർക്കനുകൂലൻ ഫാലാക്ഷന ധർമ്മിഷ്ഠരിലേറ്റം പ്രതികൂലൻ പാലിക്കണമെന്നെ പരിചൂടിന്നു കുളത്തൂർ കോലത്തുകര കോവിൽ വാഴും പരമേശൻ എന്നാരംഭിക്കുന്ന ഈ കൃതിയിൽ ഇടയ്ക്കുള്ള ഒരു 6-ാം ശ്ലോകത്തിലെ പദ്യമാണ് ഏറ്റവും കൂടുതൽ ഭഗവാന്റെ ഭക്തജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും ഏറ്റവും കൂടുതൽ എല്ലാവരും ചൊല്ലുന്നതുമായ ഒരു ശ്ലോകമാണ്. രോഗാദികളെല്ലാം ഒഴിവാക്കിയിടുക വേണം ഹേ കാമദ കാമാന്തക കാരുണ്യപയോദേ ഈ കീടണമേ സൗഖ്യമെനിക്കൻ പൊടു ശംഭോ കോലത്തുകര കോവിൽ വാഴും ഭഗവാനേ എന്ന ഒരു ശ്ലോകം. ഈ കോലത്തുകര പ്രതിഷ്ഠാവേളയിൽ വെച്ച് ഭഗവാൻ ഈ മനോഹരമായൊരു കൃതിയെ നമുക്ക് രചിച്ചു നൽകുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിന് കൂടി സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് കോലത്തുകര. കാരണം ഭഗവാന്റെ അരുമ ശിഷ്യനായ കുമാരനാശാനെ തന്നോടൊപ്പം തൻ്റെ ഒരു ശിഷ്യനായി കൂടെ കൂട്ടുന്ന ഒരു സന്ദർഭമാണ് കോലത്തുകര പ്രതിഷ്ഠാവേള. അവിടെ വെച്ചാണ് കുമാരനാശാനെയും കണ്ടുമുട്ടി കുമാരനാശാന് ഒരു സമസ്യ ഭഗവാൻ നൽകുന്നുണ്ട്. കോലത്തുകര കുടി കൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരിധിയേ. ഇങ്ങനൊരു സമസ്യയെ ഭഗവാൻ കുമാരനാശാന് മുമ്പിൽ ചൊല്ലിക്കൊടുക്കുമ്പോൾ കുമാരനാശാൻ തിരിച്ചു ചൊല്ലിക്കൊടുക്കുന്ന വരികളാണ്: കാലൻ കനിവറ്റു കുറിച്ചു വിടുന്നോലപ്പടി എന്നെ അയക്കരുതേ. ഈ ഒരു സമസ്യാപൂരണത്തിലൂടെ കുമാരനാശാൻ ഭഗവാന് മുമ്പിൽ സമർപ്പിച്ച ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു അപേക്ഷയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം കുമാരനാശാന്റെ സഹോദരങ്ങളെല്ലാം കുഞ്ഞു പ്രായങ്ങളിലെ മരണമടഞ്ഞു പോയവരാണ്. അപ്പോൾ അവരിൽ ഒരാളായി മാറാതെ കാലന്റെ കയ്യിലെ കണക്ക് പുസ്തകപ്രകാരം തന്നെയും തിരിച്ചു വിളിക്കരുതേ കാലകാലനായ ഭഗവാനെ എന്നൊരു അപേക്ഷയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലോകത്തിൽ നിരവധി പേർ ദിവസേന ജനിക്കുന്നുണ്ട്, മരിക്കുന്നുണ്ട്. പക്ഷേ അവരിലൊരാളായി മാറാതെ നമ്മുടെ എല്ലാം ജനഹൃദയങ്ങളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാകവിയായി മാറുവാനുള്ള ഒരു ആഗ്രഹത്തെയാണ് ഭഗവാന് മുമ്പിൽ കുമാരനാശാൻ സമർപ്പിച്ചത്. ആ ഒരു ആഗ്രഹത്തെ അല്ലെങ്കിൽ ആ ഒരു അപേക്ഷയെ ഭഗവാൻ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചുകൊണ്ട് മഹാകാവ്യം എഴുതാതെ മഹാകവിയാകുവാനുള്ള ആ ഒരു അവസരത്തെയും അല്ലെങ്കിൽ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് രചിച്ച കൃതികളിലൂടെയും നമ്മുടെ എല്ലാ മലയാളികളുടെ ജനഹൃദയങ്ങളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു കവിയായി മാറുവാൻ കുമാരനാശാന് സാധിച്ചത് ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. ആ ഒരു അനുഗ്രഹം ലഭിച്ചതുകൊണ്ട് കുമാരനാശാൻ ഭഗവാന് മുമ്പിൽ 2 കൃതികളെ സമർപ്പിച്ചിട്ടുണ്ട്. ഒന്ന് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഗുരുസ്തവവും, ഒന്ന് ഭഗവാന്റെ 57-ാം പിറന്നാളിന് സമർപ്പിച്ച സ്വാമി തിരുനാൾ വഞ്ചിപ്പാട്ടുമാണ്.
വരുവിൻ സഹോദരരെ വരുവിൻ, ഇന്നു നാം എല്ലാം ഒരു കൊല്ലം കാത്ത സ്വാമി തിരുനാളല്ലോ. പരം നമ്മെ ഉയർത്തുവാൻ പരമ പുരുഷൻ സ്വാമി തിരുവവതാരം ചെയ്ത സുദിനമല്ലോ എന്നാരംഭിക്കുന്ന സ്വാമി തിരുനാൾ വഞ്ചിപ്പാട്ട് 57-ാം പിറന്നാളിന് സമർപ്പിക്കുകയും പിന്നീട് ഭഗവാന്റെ ഷഷ്ടിപൂർത്തി ആഘോഷം കേരളക്കര ഒട്ടാകെ കൊണ്ടാടിയ ആ ഒരു അവസരത്തിൽ ഭഗവാന് 41 ദിവസത്തെ വ്രതം നോറ്റുകൊണ്ട് അത്ര പരിശുദ്ധിയോടുകൂടി ഭഗവാന് മുമ്പിൽ സമർപ്പിച്ച കൃതിയാണ് നമ്മൾ എപ്പോഴും ചൊല്ലാറുള്ള ഗുരുസ്തവം. എന്നാൽ കുമാരനാശാൻ ഇത് രചിച്ച കാലഘട്ടത്തിൽ സമാജസ്തുതി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. സമാജത്തിലുള്ളവർക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന ആലപിക്കുവാനായുള്ള ഒരു ഗീതം. പിന്നീടാണ് ഇതിന് ഗുരുസ്തവം എന്ന പേര് വരുന്നത്. അതുപോലെ തന്നെ കുമാരനാശാൻ ഇത് രചിക്കുമ്പോൾ ഇതിൽ ഒരു ശ്ലോകം കൂടി ഉൾപ്പെട്ടിരുന്നു. തൻ പോലെയും പാർത്തിടുമങ്ങേ കൻപോടുലകർത്തേ പൂച്ചിരായു സുദയാബ്ദേ മുൻപോൽ സുഖമായി മേന്മ തൊടുന്നോർ കരുളും കാൽ തുമ്പോടിനിയും വാഴ്ക ശതാബ്ദം ഗുരുമൂർത്തേ എന്ന ഒരു ശ്ലോകം ഇതിൽ ഉൾപ്പെട്ടിരുന്നു. തന്നെ പോലെ ഒരു ഉറുമ്പിനെയും കണക്കാക്കുന്ന ഭഗവാനെ ഇനിയും ശതവർഷക്കാലം ഇതുപോലെ തന്നെ സുഖമായി ഈ ഭൂമിയിൽ ഭഗവാന് ശരീരത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കട്ടെ എന്നാണ് കുമാരനാശാൻ പറഞ്ഞത്. ഭഗവാൻ 73 വർഷവും 23 ദിവസങ്ങൾക്ക് ശേഷം ശരീരം വെടിയുന്ന ഒരവസ്ഥ മഹാസമാധിയിലേക്ക് എത്തിയത് കൊണ്ട് പിന്നീട് ഈ വരികളെ ഗുരുസ്തവത്തിൽ നിന്നും നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ 2 കൃതികളാണ് കുമാരനാശാൻ ഭഗവാന് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഭഗവാന്റെ ഷഷ്ടിപൂർത്തി ആഘോഷവേള കേരളം ഒട്ടാകെ കൊണ്ടാടിയപ്പോൾ ഈ ഒരു ആഘോഷങ്ങളെല്ലാം നോക്കി കണ്ടുകൊണ്ട് കുമാരനാശാൻ രചിച്ച ഒരു പദ്യം അല്ലെങ്കിൽ കുറച്ച് വരികളാണ്. മാമാങ്കത്തെ ജയിക്കും പടിമഹിയിൽ മഹാഘോഷം എന്താണിതിപ്പോൾ, ഹേ മാന്യാത്മാക്കളെ എന്നുഴറി മുനികളോടിന്ന് ചോദിക്കും ഇന്ദ്രൻ. ശ്രീമൻ നാരായണാഖ്യ പ്രതിതയതി ചിരഞ്ജീവി ആചാര്യവര്യൻ ക്ഷേമത്തിൽ ഷഷ്ടിയാണെന്നള്ളുമുടനെ സപ്തർഷിമാർ ഹർഷമൊടും. ഈ ഒരു വരികളെ അന്നേ ദിവസം കുമാരനാശാൻ രചിച്ച വരികളാണ്. ഇതിൻ്റെ അർത്ഥം എന്തെന്നാൽ മാമാങ്കത്തെ ജയിക്കുന്ന ഒരു ഉത്സവം, 12 വർഷം കൂടി നടക്കുന്ന മാമാങ്കത്തെക്കാളും വലിയൊരു ഉത്സവം എന്താണ് കേരളത്തിൽ നടക്കുന്നതെന്ന് ഇന്ദ്രദേവൻ തൻ്റെ സപ്തർഷിമാരോട് ചോദിക്കുകയും അവർ അതിന് മറുപടി നൽകുന്ന ഒരു സന്ദർഭമാണിത്. ശ്രീമൻ നാരായണാഖ്യ പ്രതിതയതി ചിരഞ്ജീവിയാചാര്യ വര്യൻ ക്ഷേമത്തിൽ ഷഷ്ടിയാണെന്നരുളുമുടനെ സപ്തർഷിമാർ ഹർഷമോടും. ശ്രീമൻ നാരായണയ്ക്ക് എന്നു പേരോടു കൂടിയ ഒരു ചിരഞ്ജീവി ആചാര്യവര്യൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷമാണ് കേരളക്കര ഒട്ടാകെ കൊണ്ടാടുന്നത് എന്നൊരു മറുപടി സപ്തർഷിമാർ ഇന്ദ്രദേവന് കൊടുക്കും എന്നുള്ളതായിരുന്നു കുമാരനാശാന്റെ ആ ഒരു രചന. അപ്പോൾ ഇതൊക്കെ കുമാരനാശാൻ ഭഗവാന് മുമ്പിൽ സമർപ്പിച്ച വരികളാണ്. നമ്മൾ തിരിച്ച് ഭഗവാന്റെ കൃതികളിലേക്ക് എത്തുകയാണെങ്കിൽ ഇത്രയും നേരം നാം കണ്ടത് ഭഗവാന്റെ സ്തോത്രകൃതികളാണ്. പിന്നീട് അടുത്ത വിഭാഗം തർജ്ജമകളാണ്. 2 കൃതികൾ മാത്രമേ ഭഗവാൻ നമുക്ക് മറ്റൊരു ഭാഷയിൽ നിന്നും തർജ്ജമ ചെയ്ത് നൽകിയിട്ടുള്ളൂ. ഒന്ന് തമിഴിൽ നിന്നും മലയാളത്തിലേക്ക് നൽകിയ തിരുക്കുറളും, രണ്ടാമതായി സംസ്കൃതത്തിൽ നിന്നും മലയാളത്തിലേക്ക് നൽകിയ ഈശാവാസ്യ ഉപനിഷത്തുമാണ്. ഈശാവാസ്യ ഉപനിഷത്തിനെ സംസ്കൃതത്തിൽ രചിക്കപ്പെടുമ്പോൾ അതിൽ 18 ശ്ലോകങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീത മാ കൃത കസ്യ സ്വിദ്ധനം എന്നാരംഭിക്കുന്ന സംസ്കൃതത്തിലുള്ള ഈശാവാസ്യ ഉപനിഷത്തിനെ മലയാളത്തിലേക്ക് ഭഗവാൻ തർജ്ജമ ചെയ്ത് നൽകിയപ്പോൾ അതിൽ 22 ശ്ലോകങ്ങൾ ഉൾപ്പെടുന്നു. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നതു കൊണ്ടു നീ ചരിക്കമുക്തനായാശിക്കരുതാരുടെയും ധനം, അല്ലെങ്കിൽ അന്ത്യം വരെയും കർമ്മം ചെയ്തസംഘനായി ഇരിക്കുകയിതല്ലാതിലൊന്നും
നരനു ചെയ്തിടാൻ എന്നാരംഭിക്കുന്ന മലയാള ഭാഷയാണ് ഭഗവാൻ നമുക്കായി രചിച്ച് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് കൃതികളെ ഭഗവാൻ നമുക്ക് തർജ്ജമ ചെയ്ത് നൽകി. പിന്നെ മൂന്നാമത്തെ വിഭാഗം ഭഗവാന്റെ ഗദ്യകൃതികളാണ്. ഗദ്യ വിഭാഗത്തിൽ 5 കൃതികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ദൈവചിന്തനം 1, ദൈവചിന്തനം 2, ആത്മവിലാസം, ചിഞ്ചട ചിന്തകം, ഗദ്യപ്രാർത്ഥന. ഈ 5 കൃതികളാണ് ഭഗവാൻ നമുക്കായി ഗദ്യരൂപേണ രചിച്ച് നൽകിയിട്ടുള്ളത്. ഇതിൽ 5ാമത് പറഞ്ഞ ഗദ്യപ്രാർത്ഥനയാണ് നാം എപ്പോഴും ചൊല്ലാറുള്ളത്. കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്നാരംഭിക്കുന്ന ഭഗവാന്റെ ഗദ്യപ്രാർത്ഥന. പിന്നെയുള്ള 2 വിഭാഗങ്ങൾ പ്രബോധനാത്മക കൃതികളും ദാർശനിക കൃതികളും. ഈ 2 വിഭാഗങ്ങളിലായി ഒരു മനുഷ്യന് വേണ്ട എല്ലാവിധ മൂല്യങ്ങളെയും നിറച്ചു വെച്ചാണ് നമുക്ക് ഈ കൃതികളെല്ലാം ഭഗവാൻ രചിച്ച് നൽകിയിട്ടുള്ളത്. കാരണം പ്രബോധനാത്മക കൃതികളിലൂടെ അനുകമ്പാദശകം, ജീവകാരുണ്യ പഞ്ചകം, ജാതി മീമാംസ, ജാതി ലക്ഷണം, ജാതി നിർണയം തുടങ്ങിയുള്ള കൃതികളെല്ലാം നമ്മുടെ ഉള്ളിലെ ഓരോരോ മൂല്യങ്ങളെ ഉണർത്തിയെടുക്കുവാൻ ഭഗവാൻ നമുക്ക് രചിച്ച് നൽകിയിട്ടുള്ളതാണ്. കാരണം അനുകമ്പാദശകത്തിലൂടെ ഭഗവാൻ ആദ്യത്തെ വരിയിൽ തന്നെ പറയുന്നുണ്ട്, ഒരു പീഠയിരുമ്പിനും വരുത്തരുതിന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമേ വിട്ടകലാത ചിന്തയും. ഒരു ഉറുമ്പിന് പോലും താൻ മൂലം ഒരു പീഡയുണ്ടാകരുത് എന്നുള്ള ഒരു അനുകമ്പയുടെ പാഠം ആദ്യ വരിയിൽ തന്നെ നമ്മോട് തരുന്നുണ്ട്. പിന്നീട് 3ഉം 4ഉം പദ്യങ്ങളിലായി അരുളുള്ള ഒരു ജീവിതവും അരുളില്ലാത്ത ഒരു ജീവിതവും എങ്ങനെയാണെന്നുള്ള ആ ഒരു വ്യത്യാസത്തെ കൂടി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കാരണം അരുളില്ലയതെങ്കിലസ്ഥിതോൽ സിരനാറുന്നൊരുടമ്പുതാനവൻ. അരുളില്ലാത്ത ഒരു ജീവിതം അല്ലെങ്കിൽ അരുളില്ലാത്ത ഒരു ജീവി അസ്ഥിയും സിരയും ഒക്കെ നാറുന്ന ഒരു ഉടമ്പാണ്, അതായത് ഒരു ശവത്തിന് തുല്യമായ ജീവിതമാണ് നയിക്കുന്നത് എന്നാണ് അരുളില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ഭഗവാൻ പറയുന്നത്. പിന്നീട് അതുപോലെ തന്നെ അരുളുള്ളവൻ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അരുളുള്ളവനാണു ജീവി എന്നുരുവിട്ടിടുക ഈ നവാക്ഷരേ. അരുളുള്ളവൻ മാത്രമാണ് ജീവി, അരുളില്ലാത്തവൻ ഒരു ജീവിയായി കൂടി കണക്കാക്കാൻ സാധിക്കില്ല എന്നാണ് അനുകമ്പാദശകത്തിൽ ഭഗവാൻ നമ്മോട് പറഞ്ഞു തരാറ്. പിന്നീട് ജീവകാരുണ്യ പഞ്ചകം, അതിലൂടെ എല്ലാവരും ഈ ലോകത്തിലെ ഓരോരുത്തരും നമ്മുടെ ആത്മസഹോദരങ്ങളാണ് എന്നുള്ള ഒരു പരമാർത്ഥ സത്യത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. എല്ലാവരും ആത്മസഹോദരരിൻ അല്ലേ പറയേണ്ടതിതോർക്കുകിൽ നാം കൊല്ലുന്നതുമിങ്ങനെ ജീവികളെ തെല്ലും കൃപയച്ചു ഭുജിക്കയതും എന്നിങ്ങനെ തുടങ്ങി നിരവധി കൃതികൾ ഭഗവാൻ നമുക്ക് പ്രബോധനാത്മക കൃതികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായി അവസാന വിഭാഗമായ ദാർശനിക കൃതികളാണ്. ഇതിലെ ഏകദേശം എല്ലാ കൃതികളും ദൈവദശകം, ആത്മോപദേശശതകം, ദർശനമാല തുടങ്ങി നിരവധി കൃതികളുണ്ട്. ഇവയെല്ലാം നമുക്ക് ഏറെ പരിചിതമായതും ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠമായ കൃതികളുമാണ്. ദർശനമാലയെ ഭഗവാൻ 10 ശ്ലോകങ്ങളായി വിഭജിച്ച് 100 ശ്ലോകങ്ങളുള്ള കൃതിയെ 10ആയി വിഭജിച്ച് 10 ദർശനങ്ങളായിട്ടാണ് നമുക്കായി രചിച്ച് നൽകിയിട്ടുള്ളത്. പിന്നീട് ഭഗവാൻ അവസാനം രചിച്ച കൃതിയായി കണക്കാക്കപ്പെടുന്ന ഹോമമന്ത്രമാണ്. ഓം അഗ്നേ തവ യത്തേജസ്തദ്ഭ്രാമം അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വദീയേന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്തജിഹ്വാഃ ത്വയി വിഷയായിതി സമിതോ ജുഹോമി അഹമിത്യാജ്യം ജുഹോമി ത്വം നഃ പ്രസീദ പ്രസീദ ശ്രേയശ്ച പ്രേയശ്ച പ്രയച്ഛ സ്വാഹ. ഓം ശാന്തി 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 എന്നൊരു കൃതി ഭഗവാൻ വളരെ ചെറിയ വരികളാൽ അല്ലെങ്കിൽ വളരെ ചെറിയ രീതിയിലാണ് ഭഗവാൻ ഈ കൃതിയെ നമുക്കായി രചിച്ച് നൽകിയിട്ടുള്ളത്.
ഈ ഒരു കൃതിയുടെ പ്രാധാന്യം നമുക്ക് ശിവഗിരിയിലെ പർണശാലയിൽ ചെന്നാൽ മനസ്സിലാക്കാം. കാരണം വെളുപ്പിനെ 4 മണി സമയത്ത് പർണശാലയിൽ ഈ ഹോമമന്ത്രത്തോടു കൂടിയുള്ള ഹോമത്തിന് ശേഷമാണ് മറ്റുള്ള പൂജകളൊക്കെ ആരംഭിക്കാറ്. അപ്പോൾ ശിവഗിരി എന്ന പുണ്യഗിരിയെ തന്നെ ഉണർത്തുവാൻ തക്കവണ്ണം പ്രാപ്തമായ മന്ത്രമാണ് ഹോമമന്ത്രം. അപ്പോൾ ശ്രീകൃഷ്ണ ദർശനത്തിൽ ആരംഭിച്ച് ഹോമമന്ത്രം വരെ എത്തി നിൽക്കുന്ന ഭഗവാന്റെ 64 കൃതികളാണ്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഭഗവാന്റെ പ്രിയപ്പെട്ടതും അല്ലെങ്കിൽ ഏത് മതവിശ്വാസികൾക്കാണെങ്കിൽ കൂടിയും ചൊല്ലുവാൻ തക്കവണ്ണം പ്രാപ്തമായ അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ഭഗവാൻ ദൈവദശകത്തെ രചിച്ചിട്ടുള്ളത്. അതിൽ ഒരു വരിയിൽ പോലും ഒരു ദൈവത്തിൻ്റെയും പേരെടുത്ത് പറയാതെ ഏതൊരു മതസ്ഥർക്കും ചൊല്ലുവാൻ സാധിക്കുന്ന രീതിയിൽ വളരെ സർവമത പ്രാർത്ഥനയായി അംഗീകരിച്ചിരിക്കുന്ന ദൈവദശകം. അതുപോലെ തന്നെ ഈ അടുത്ത് നടന്ന സർവമത സമ്മേളനത്തിൽ ഇറ്റാലിയൻ ഭാഷയിൽ ദൈവദശകം ചൊല്ലുകയുണ്ടായി. അപ്പോൾ അത്രത്തോളം പ്രാധാന്യം ഭഗവാന്റെ കൃതികൾക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ ദൈവദശകത്തിൻ്റെ ആദ്യ ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവമേ കാത്തുകൊള്ളങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്ക് ഒരാവിവൻ തോണി നിൻപദം.